Hi friends, സാംസങ്ങിൻ്റെ എ സീരീസിലെ ഒരു പുതിയ മോഡലാണ് ഗാലക്സി A23 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടി പൊട്ടിച്ച് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് പരിശോധിച്ച് നോക്കാം. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ചാർജർ ഉണ്ട്. ചാർജർ കിട്ടുന്ന ഫോണാണ് ഇതെന്ന് പറയുന്നത്. സാംസങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ആയിരിക്കും അവസാനത്തെ ചാർജറോട് കൂടി ഇറങ്ങുന്ന ഫോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചാർജറുള്ള ഒരു ഫോണാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഈ ഫോൺ പൊട്ടിച്ച് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A23 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഗാലക്സി A23 ആ മോഡൽ നെയിം കൊടുക്കുന്നുണ്ട്. താഴെ ഫോണിൻ്റെ ഫോട്ടോ ഇവിടെ നല്ല ഭംഗിയിൽ കൊടുക്കുന്നുണ്ട്. അത് 3 കളർ വേരിയൻറ്റിൽ 3 ഫോട്ടോ ആയിരിക്കും. ഇത് ബ്ലൂ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ കിട്ടുന്നു. പിന്നെ സാംസങ്ങിൻ്റെ ലോഗോ ഇവിടെ കൊടുക്കുന്നുണ്ട്. സൈഡിലായിട്ട് ഗാലക്സി A23 എന്ന് വലുതായി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കാം. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, 90% റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 50 MP ക്യാമറ വിത്ത് OIS, 5000 mAh ബാറ്ററി, പിന്നെ ക്യാമറ ഡീറ്റെയിൽസും പിന്നെ 8 MP ഫ്രണ്ട് ക്യാമറ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. താഴെ മേക്ക് ഫോർ ഇന്ത്യ എന്നൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും ഉള്ളത്. പിന്നെ IMEI നമ്പർ കാര്യങ്ങൾ ഒക്കെയാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ പെട്ടി പൊട്ടിക്കാം. ഓക്കെ, മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു പേപ്പർ ബോക്സ് ഉണ്ടാവും. ഇതിനകത്തൊന്നുമില്ല, ജസ്റ്റ് ഒരു ആകെ ഈ ഒരു എജക്ടർ ടൂൾ മാത്രം കിട്ടുന്നത്, വേറെ ഒന്നുമില്ല. അത് മാറ്റി വയ്ക്കാം. ഇതാണ് ഫോൺ എന്ന് പറയുന്നത്. ഫോണ് ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, അങ്ങനെ ഒരു ലുക്ക് ഫോൺ എന്ന് പറയുന്നത്. അഡാപ്റ്റർ ഉണ്ട്, 15 വാട്ടിൻ്റെ അഡാപ്റ്ററാണ് വരുന്നത്. ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ ഇതിനകത്തുണ്ടാവും, വേറെ ഒന്നുമില്ല. ബാക്ക് പോച്ചോ ഐറ്റംസ് ഒന്നും കിട്ടുന്നില്ല. എന്തായാലും ചാർജർ ഉണ്ട്, അതന്നെ വലിയ കാര്യം. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോൺ വരുന്നത്. നമുക്ക് ഈ കവർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ലുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, ഗംഭീര ലുക്കാണ് ഫോൺ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല, സൂപ്പർ ഫോൺ എന്ന് പറയുന്ന ലുക്കാണ്. ഇത് മാറ്റ് ഫിനിഷ് അല്ല, ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. എന്തായാലും സ്ക്രാച്ചുകളും അഴുക്കുകളും ഫിംഗർ പ്രിൻറ്റുകൾ എന്തായാലും വരും, പക്ഷേ ലുക്ക് ഗംഭീര ലുക്കായിട്ടുണ്ട്. കാരണം അത് കയ്യിലിരിക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അത് A സീരീസ് ഫോണുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഫോണുകളാണ് ഇതെന്ന് പറയുന്നത്. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്, പക്ഷേ എന്തായാലും സ്ക്രാച്ചും കാര്യങ്ങൾ വരും. ഈ ഒരു ഫോൺ വാങ്ങിച്ചാൽ അപ്പം തന്നെ പോയിട്ട് ഒരു ബാക്ക് പോച്ചോ ഫ്ലിപ്പ് കവറോ എന്തായാലും വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. ഈ ഒരു ഭംഗിയൊക്കെ ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ പോയി കിട്ടും. ക്യാമറയുടെ ഭാഗമൊക്കെ ഈ ഒരു ബാക്ക് പാനലോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നല്ലൊരു ഭംഗിയാണ്. ഇവിടെ ഒരു സെപ്പറേറ്റ് പോർഷൻ അല്ല കേട്ടോ, ഒറ്റ ബാക്ക് പാനൽ വരുന്നത്. ക്യാമറ 4 ക്യാമറകൾ നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാമറ പുറത്തേക്ക് സ്ക്രാച്ച് ആവുന്നില്ല, എന്നിരുന്നാലും ബാക്ക് പോച്ച് ഇടുക. തിക്നെസ് നോക്കുമ്പോൾ ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു ആവറേജ് തിക്നെസ് വരുന്നുണ്ട്. സൈഡിൽ ഫിംഗർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള പവർ ബട്ടൺ വരുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. മുകളിൽ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം കാർഡ് ഹോൾഡർ വരുന്നുണ്ട്. നമുക്കത് എങ്ങനത്തെ ടൈപ്പാണെന്ന് നോക്കട്ടെ ഒരു മിനിറ്റ്. അത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. നമുക്ക് 2 കാർഡും മെമ്മറി കാർഡ് ഇടാൻ പറ്റും, അത് നല്ലൊരു കാര്യമാണ്. താഴെ വരുമ്പോൾ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. മോണോ സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഡിസൈൻ വൈസ് ഭയങ്കര ഭംഗിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിതിൻ്റെ ഗ്രീൻ കളർ ചോദിച്ചത്, ഗ്രീൻ അല്ല ഒരു പീച്ച് കളർ ഫോണുണ്ട്, അത് ചോദിച്ചത്. അത് ഞാൻ ചോദിച്ചിട്ട് തന്നില്ല അവർ. എന്തായാലും ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയുണ്ട്. ഡിസൈൻ വൈസ് ഒക്കെ അടിപൊളി എന്ന് പറയാം. നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓണാക്കി നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെയാണ് ഇങ്ങനെ ഒരു വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓണാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓണായിട്ട് കുറച്ച് സെറ്റപ്പും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും പറയാം. ഇത് എന്തായാലും പെട്ടെന്ന് തന്നെ ഫിനിഷ് ആയിട്ടോ. തൊട്ട് മുൻപത്തെ 13 പറഞ്ഞ ഫോൺ ഞാൻ ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് നോക്കിയിട്ട് 5 മിനിറ്റ് കൊണ്ട് എടുത്തു. പ്രാന്ത് പിടിച്ചു അത് സെറ്റപ്പ് ആയി വരാൻ. ഇത് വേഗം ഫാസ്റ്റായിട്ട് തന്നെ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോൺ ഓൺ ആകുമ്പോൾ ഇതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ബ്രൈറ്റ്നസ് ഫുൾ ഇടുന്നില്ല, ഫുൾ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ കാണില്ല. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. സാംസങ് ഡിസ്പ്ലേ ആണ് വരുന്നത്. TFT ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് വേണമെങ്കിൽ അവർക്ക് AMOLED കൊടുക്കാമായിരുന്നു. അതൊക്കെ ഞാൻ ആ സ്പെസിഫിക്കേഷൻ റിവ്യൂ അത് പറഞ്ഞ കാര്യമാണ്. എന്താ ചെയ്യുക, കുഴപ്പമില്ല. എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഫുൾ HD ആണ്, നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. 90% റിഫ്രഷ് റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഇങ്ങനെ കിടന്ന് ഒഴുകുന്നുണ്ട്, കൊള്ളാം. ഇതിനകത്ത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആപ്പുകൾ കാണുന്നുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 ആപ്പുകൾ ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്തതുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത്
കളയാനായിട്ടും പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട്. താഴെ കുറച്ച് വലിയ ഒരു ചിഹ്നം വരുന്നുണ്ട്. സൈഡൊക്കെ വളരെ നാരോ ആണ്. മുകളിലും ചെറിയൊരു നോച്ചാണ് വരുന്നത്. വളരെ ചെറിയൊരു നോച്ച് ഡിസ്പ്ലേ കേട്ടോ. ഇങ്ങനെ കൂർത്ത് നിൽക്കണമെന്നില്ല. ഇത് അതിനോട് ഈ ഒരു ഡിസ്പ്ലേയോട് തന്നെ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലുള്ള ഒരു ചെറിയൊരു നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇൻഫിനിറ്റി വി നോക്കിയാണ് സാംസങ്ങിനെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ തിരക്കേട്ടില്ലെന്ന് പറയാം. തീർച്ചയായിട്ടും സാംസങ് ആയതുകൊണ്ട് തന്നെ, അതായത് മറ്റ് പല കമ്പനിക്കാർക്കും ഡിസ്പ്ലേ മേക്ക് ചെയ്ത് കൊടുക്കുന്ന കമ്പനിയാണ് സാംസങ് എന്ന് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഫോൺ ഇറക്കുമ്പോൾ ഒരു അമോലെഡ് ഡിസ്പ്ലേ കൊടുക്കാമായിരുന്നു. അത് കൊടുക്കുന്നില്ല. അത് വളരെ ഒരു കുറവ് തന്നെയാണ്. കാരണം മുൻപൊക്കെ 7000 8,000 രൂപയുടെ ഫോണിനകത്തൊക്കെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിരുന്ന കമ്പനിയാണ് കേട്ടോ സാംസങ് എന്ന് പറയുന്നത്. അവർക്കൊക്കെ ഒരു LED ഡിസ്പ്ലേ കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. അത് പോട്ടെ, നമുക്ക് എന്തായാലും ഡിസ്പ്ലേ ഓക്കെ എന്ന് പറയാം. നല്ല ക്ലിയർ ഒക്കെ ഉണ്ട്. ഇനി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ അബൌട്ട് ഫോണിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ മോഡൽ നെയിം Galaxy A23 എന്ന് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ അവിടെ OneUI 4.1 യൂസർ ഇൻ്റർഫേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ്. ആൻഡ്രോയിഡ് വേർഷൻ 12 കൊടുക്കുന്നത്. ഏറ്റവും പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എന്തായാലും ആൻഡ്രോയിഡ് 13 14 കിട്ടും. അപ്ഡേറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ബാറ്ററി ഇൻഫർമേഷൻ അവിടെ 5000 mAh ബാറ്ററി, പിന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ Snapdragon 680 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. കുഴപ്പമില്ല, തിരക്കേലെന്ന് പറയാം. നോർമൽ യൂസിങ്ങിനും അപ്ഡേറ്റുകൾക്കായാലും അല്ലെങ്കിൽ സാധാരണ യൂസിങ്ങിന് ഒരു ആവറേജ് ആയിട്ട് ഗെയിം കളിക്കാനൊക്കെ പറ്റിയ വലിയൊരു തിരക്കേടില്ലാത്തൊരു ചിപ്സെറ്റാണ് 680 എന്ന് പറയുന്നത്. എന്തായാലും എക്സിനോസ് അല്ല, അതന്നെ വലിയൊരു കാര്യം. എക്സിനോസ് ഒക്കെ ആണെങ്കിൽ പണി പാളിയനെ. ഒരു വർഷം കഴിഞ്ഞാൽ അതിൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കും. ഇതിപ്പോൾ സ്നാപ്ഡ്രാഗൺ ആയ കാരണം വലിയ കുഴപ്പമില്ലാണ്ട് ഓടും എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫോണിൻ്റെ പ്രോസസ്സർ അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 MP ഫോണിൻ്റെ മെയിൻ ക്യാമറ. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നതാണ്. ഇതിപ്പോൾ സാധാരണ നമ്മുടെ ഷോപ്പിനകത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. വലിയ കുഴപ്പമില്ല, നല്ലൊരു തിരക്കേടില്ലാത്തൊരു ക്യാമറ. നല്ലോണം സൂമിങ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. നല്ലോണം സൂം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ക്യാമറ ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലെന്ന് പറയാം. അതുപോലെ പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ നമുക്കിവിടെ ഫുൾ HD 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 60 FPS ഒന്നുമില്ല. പിന്നെ മോർ സെറ്റ് ഇതിനകത്ത് പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ഫുഡ് മോഡ്, നൈറ്റ് മോഡ്, മാക്രോ മോഡ്, സ്ലോ മോഷൻ മോഡ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. കമൻറ്റ് ചെയ്താൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. സെൽഫി ക്യാമറ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ സെൽഫി കുഴപ്പമില്ല എന്ന് പറയാം. ജസ്റ്റ് ഒരു ഫോട്ടോ ഞാൻ ലൈവായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇല്ല, എടുക്കുന്നില്ല, കുഴപ്പമില്ല. ഇത് വലിയ തിരക്കേടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ആവറേജ് സെൽഫി ക്യാമറയും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്യാമറയെ കുറിച്ച്, ഇതൊരു ക്യാമറ ഫോണല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയെ കുറിച്ച് അധികം പറയേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സാംസങ് ഗാലക്സി A23 എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഫോണാണ്. പിന്നെ ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആയതുകൊണ്ടും പിന്നെ A സീരീസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കാണിക്കും അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് A23. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എന്നെ സംബന്ധിച്ചൊരു തിരക്കേടില്ലാത്തൊരു സാംസങ്ങിൻ്റെ ഒരു ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കൊള്ളാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.